ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നവർക്ക്, അത് മൊബൈൽ ഫോണിലായിക്കോട്ടെ അല്ലെങ്കിൽ DSLR ക്യാമറയിലായിക്കോട്ടെ, ക്യാമറ ഏതും ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നവർക്ക് അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ഫോട്ടോഗ്രാഫി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കാണുക. വെൽക്കം ടു ഫുഡ് ഫോട്ടോ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ലെൻസ് നിക്കോൺ 55-200mm വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസാണ്. ഇത് നമ്മൾ സെയിലിനായിട്ട് ഇടുകയാണ്, അത് വിൽക്കാനായിട്ട് ഉണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ലെൻസിൻ്റെ ഫോട്ടോസും അതുപോലെ ലെൻസിലെടുത്ത കുറച്ച് സാമ്പിൾ ഇമേജസും ഒക്കെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലും പ്രൊഫൈലിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണുക. താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിക്കോണിൻ്റെ DX ഫോർമാറ്റിലുള്ള VR ഉള്ള വൈബ്രേഷൻ റിഡക്ഷൻ ഉള്ള ലെൻസാണ്. 55-200mm വരുന്ന ലെൻസാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഇത് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ചെറിയ രീതിയിലുള്ള ബേഡിങ് അങ്ങനെയുള്ള രീതിയിലൊക്കെ വൈൽഡ് ലൈഫ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും. ചെറിയ രീതിയിലുള്ള വൈൽഡ് ലൈഫ്, ഒരുപാട് സൂമില്ല, 200mm വരെ ഉള്ളൂ ഫോക്കൽ ലെങ്ത്. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ലെൻസാണ് നിക്കോണിൻ്റെ DX ഫോർമാറ്റിലുള്ള 55-200mm വരുന്ന ലെൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോഗ്രാഫി ടിപ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നവർ അല്ലെങ്കിൽ റെഗുലറായിട്ട് സീരിയസ് ആയിട്ട് ഫോട്ടോ ഇടുന്നവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് ഒരു സെറ്റപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫോട്ടോസ് കാണുമ്പോൾ തന്നെ ഇത് ഇന്നയാളുടെ ഫോട്ടോ ആണ്, അല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു വ്യൂവറിന് ഇത് ഇന്നയാളുടെ ഫോട്ടോ ആണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള അയാൾക്ക് മാത്രമായിട്ടുള്ള ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുക എന്നുള്ളത് പല വലിയ ഫോട്ടോഗ്രാഫേഴ്സും ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരുപാട് വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് മാത്രം ഇടുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അവരെടുക്കുന്ന ഫോട്ടോസ് ചിലപ്പം ഈ പറയുന്ന ലാൻഡ്സ്കേപ്പ് മാത്രം ചെയ്ത് അങ്ങനെ ഫോട്ടോസ് അതിനു വേണ്ടി മാത്രം ഒരു യുണീക്ക് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ആ ഒരു സ്റ്റൈൽ നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു യുണീക്ക് സ്റ്റൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ഉള്ള ചില ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പ്രൊഫൈലും അവരുടെ കുറച്ച് ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുക. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ ടെക്നിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒക്കെ ടെക്നിക്ക് ആണെങ്കിലും ഒരേ രീതി അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ അവർ പിന്തുടരുന്നത് നമുക്ക് ഇത് ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള മറ്റൊരു മാർഗ്ഗം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ ആദ്യം ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് പിന്നെ റെഗുലറായിട്ട് അതിന് അപ്ഡേറ്റ്സ് ഒന്നും കാണത്തില്ല. പിന്നെ ചിലപ്പോൾ കുറേ നാളുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഫോട്ടോ ഇടുന്നത്. അതൊന്നല്ലാണ്ട് റെഗുലറായിട്ട് ഫോട്ടോ ഇട്ടുകൊണ്ടിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഫോളോവേഴ്സിനെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോട്ടോ ഇടുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റൈലിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. അവരുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈല് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു രീതി പിന്തുടരുക എന്നുള്ളത്. എഡിറ്റിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ചില എഡിറ്റിംഗ് സ്റ്റൈലുകളുണ്ട്. ഉദാഹരണമായിട്ട് ലൈറ്റ് ലീക്സ് മാത്രം ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. ലൈറ്റ് ലീക്സ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ട് അതിൽ ഇമേജസിൽ ചിത്രങ്ങൾ വരച്ചിട്ട് ആ ഒരു സ്റ്റൈൽ പിന്തുടരുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ കാണുന്നവർക്ക് സംതിങ് ഡിഫറൻറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്ക് അതിൽ കൊണ്ടുവരികയാണെങ്കിൽ അതും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകളും ചിലപ്പോൾ ഒരേ രീതിയിൽ തന്നെ, ഇപ്പോൾ പോർട്രേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന എന്തെങ്കിലും രീതിയിലുള്ള സെൽഫീസ് ഒക്കെ ആണെങ്കിലും ഒരേ രീതിയിൽ തന്നെ ഫോട്ടോസ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോട്ടോസ് ഇടുന്ന ആളുകളുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവിൽ സംഭവം കണ്ടുകൊണ്ട് ഒരു വേറൊരു ആംഗിൾ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ഒരു ഷോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിന് വ്യൂവേഴ്സ് കൂടും. കാരണം നമ്മൾ റെഗുലറായിട്ട് കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫി ആണ് ഉണ്ടെങ്കിൽ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും അത് കാണും. ഈ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഡിഫറൻറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പല രീതിയിൽ ആളുകൾ ചെയ്യാറുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഈ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിലുള്ള റിഫ്ലക്ഷൻ നമ്മുടെ ഫോട്ടോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു രണ്ടാമതായിട്ടൊരു മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നമ്മൾ എടുക്കുന്ന ഇമേജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുക്കുന്ന ഇതുണ്ടാവും. ഞാനിവിടെ എക്സാമ്പിൾ കാണിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും.
ഇനിയിപ്പോൾ ഒരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു മിററിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാട്ടർ ബോഡി വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു റിഫ്ലക്ഷൻ കൊണ്ടുവന്നിട്ട് അതിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ആളുകൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കും, കുറച്ചും കൂടി ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ കോമ്പോസിഷന്റെ തന്നെ മറ്റൊരു രീതിയാണ് PIP ടെക്നിക്ക് അല്ലെങ്കിൽ PIP സെറ്റപ്പ്, പിക്ചർ ഇൻ പിക്ചർ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മൊബൈൽ സ്ക്രീനിൽ എടുക്കുന്ന സബ്ജക്റ്റ്, അപ്പുറത്തുള്ള സബ്ജക്റ്റ് എന്താണോ അതിന്റെ ഒരു ഇമേജ് നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ തന്നെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ ആ ഒരു ഇമേജ് പതിയുന്ന രീതിയിൽ മൊബൈലും ഫോട്ടോയിൽ കാണിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഇമേജ്, ഒരു പിക്ചറിന് അകത്ത് മറ്റൊരു പിക്ചർ വരുന്ന രീതിയിലുള്ള, അത് ക്രിയേറ്റീവായിട്ട് പല രീതിയിലും ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ പലപ്പോഴും സിൽവൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കണ്ടിട്ടുണ്ടാവും. സിൽവൈറ്റ് എന്നോ സിലൗട്ട് എന്നോ അല്ലെങ്കിൽ സിൽവൈറ്റ് എന്നോ എന്നുള്ള രീതിയിലൊക്കെ അത് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. ഇനിവേ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിരിക്കും, നമ്മുടെ സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റ് ഡാർക്ക് ആയിരിക്കും. ഇതിന്റെ ഒരു ഔട്ട് എന്ന് പറയുമ്പോൾ ഇമേജസ് കിട്ടുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നല്ല ഡാർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല കോൺട്രാസ്റ്റ് കൂടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ആയിരിക്കും കിട്ടുക. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്രൈറ്റ് ആയിരിക്കും, വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ നമ്മുടെ മുന്നിലുള്ള സബ്ജക്റ്റ് എടുത്തു നിൽക്കുന്ന രീതിയിൽ അവർ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് കൂടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ആയിരിക്കും. എക്സാമ്പിൾ ഇവിടെ കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. സിൽവൈറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്ക്, ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില ഫിൽറ്ററുകളുണ്ട്, അതുപോലെ തന്നെ ചില ക്യാമറയിലെ ചില എഡിറ്റിംഗ് ടെക്നിക്സ് ഉണ്ട്. മൊബൈൽ ഫോണിലാണെങ്കിൽ ഇതിന് സഹായിക്കുന്ന ഫിൽറ്ററുകൾ, എഫക്ട്സ് ഒക്കെ ഉണ്ട്. ഇനി പലരും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഗ്രിഡ് ടൈപ്പ് ഫോട്ടോസ് ഇടുക. ആ ഫോട്ടോസ് ഇപ്പോൾ നമുക്ക് പല പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര ഗ്രിഡ് വേണോ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ ഗ്രിഡ് മേക്കർ ഫോർ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ചെറിയൊരു ആപ്പാണ്, 5 MB എത്ര സൈസ് വരുന്നുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഗ്രിഡ് ടൈപ്പിൽ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത്. നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട ഇമേജസ് നോക്കിയിട്ട് അത് എത്ര ഗ്രിഡായിട്ടാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്ന് നോക്കുക. സാധാരണഗതിയിൽ 3x3, 3x2 അല്ലെങ്കിൽ 3x5, 3x6 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രിഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അതനുസരിച്ചിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ ഇത്ര ഗ്രിഡിലാണ് നമുക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുക, അത് എഡിറ്റ് ചെയ്യുക, ദെൻ സേവ് ചെയ്യുക. എഡിറ്റിംഗ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് അത് ഓരോരോ ഇൻഡിവിജ്വൽ കളങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോരോ ചെറിയ ഇമേജസ് കളങ്ങളായിട്ട് നമ്മളത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് അതിൻ്റെ ഓർഡറിൽ, കൃത്യമായിട്ടുള്ള ഓർഡറിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ ഇത് ഇൻഡിവിജ്വൽ ഇമേജസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഓരോരോ ഇമേജസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാലും നമ്മുടെ പ്രൊഫൈലിലേക്ക് പോയി കഴിയുമ്പോൾ അത് ഒരൊറ്റ ഇമേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ടെക്നിക്ക് എന്താണ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ നമുക്ക് ഇവിടെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്, അത് കാണുക. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗ്രിഡ് രീതിയിൽ നമുക്ക് പല രീതിയിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. എനിവേ ബൈ ഫോർ സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോ.